ഇത്തരം ഗട്ട് ഫീലിങ്ങുകൾ പിന്നീട് അബദ്ധമായിട്ടുണ്ടോ? പിന്നെ എനിക്ക് അറിയില്ല, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. നമ്മൾ വളരെ ഒരു ലീഡിങ് ഒരു ചാനലാണ്. അപ്പൊ അവിടുന്ന് ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരഞ്ഞിട്ട് കേട്ടോ. ഒറ്റയ്ക്കിരുന്ന് കാര്യം വന്നിട്ട് ആ അപ്പൊ ഞാൻ ഇപ്പം എനിക്ക് കൊച്ചിയിലൊരു ഫ്ലാറ്റ് തന്നെ എന്റെ മൂഡ് ഓഫ് ആകുമ്പോ വരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അതെ അതെ അതെ, നമ്മൾ ഭംഗിയുള്ള എന്ത് കണ്ടാലും നോക്കി ആസ്വദിക്കണം എന്നുള്ളതാണ്. ഈ കമേഴ്ഷ്യൽ വിജയത്തിന്റെ ഒരു ടാഗ് എപ്പോഴെങ്കിലും പ്രഷറായിട്ട് തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെ കൊമേഴ്ഷ്യൽ വിജയം ഉണ്ടായിട്ടില്ല. പബ്ലിക്കിന് അനുമോളിനെ കുറിച്ച് ഒരു പെർസെപ്ഷൻ ഉണ്ട്. എന്താണ് റിയൽ അനുമോളുടെ ഒരു പെർസെപ്ഷൻ? അനു വളരെ സന്തോഷം കേട്ടോ കണ്ടതിൽ. സന്തോഷം. ഞാൻ ആദ്യം അനുവിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്ന നമ്മൾ മറ്റേ ചോയ്സ് ടവറിന്റെ ഹെലിക്യാം ഷൂട്ടിൽ ആദ്യത്തെ ഹെലിക്യാം ഷൂട്ട് അത്ര ഉയരത്തിൽ ചെയ്ത ഒറ്റയടിക്കാണ് അനു വന്ന് ഓക്കെ പറഞ്ഞത്. വേറൊന്നും സംസാരിച്ച പോലും ഇല്ല. നമ്മൾ ഇങ്ങനെ പറയുന്നു, ശരി നമുക്ക് ഷൂട്ട് ചെയ്യാന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നതേ, ഇതേപോലെ തന്നെ ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഗട്ട് ഫീലിംഗ് ആണോ ആ കഥാപാത്രത്തെ സൈൻ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഗട്ട് ഫീലിങ്ങുകൾ പിന്നീട് അബദ്ധമായിട്ടുണ്ടോ? രണ്ടുമാണ്. ഗട്ട് ഫീലിംഗ് ഫസ്റ്റ് നമുക്കൊരു കോള് വരുമ്പോൾ തന്നെ ഒരു തോന്നൽ കിട്ടും. ചിലത് മാറിപ്പോയിട്ടുണ്ട്, ചിലത് ഞാൻ ഇത് ഞാൻ ചെയ്യുമായിരിക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ എടുത്തത് ഗംഭീര ഇഷ്ടപ്പെട്ട് ഞാനത് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ കൂടുതൽ സമയവും നമ്മുടെ ഗട്ട് ഫീലിംഗ് ശരിയായി വന്നിട്ടുണ്ട്, ആ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ മേലെ ഗട്ട് ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മേലെ കഥയും ഞാൻ ചെയ്യേണ്ട കഥാപാത്രവും തന്നെയാണ് എനിക്ക് പ്രയോറിറ്റി. അത് എന്തെങ്കിലും ഒരു കംഫർട്ടബിൾ അല്ലായ്മ ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്ടറോടോ റൈറ്ററോടോ നേരിട്ട് സംസാരിക്കുകയും എന്നിട്ട് അത് ക്ലാരിഫൈ ചെയ്യുകയും അങ്ങനെ ഇഷ്ടപ്പെട്ട പ്രോജക്ട്സ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് വരുന്ന എല്ലാ പ്രോജക്റ്റും ആദ്യം ഞാൻ അവരോട് ചോദിക്കും, ഇത് കൊള്ളാവുന്ന വേറെ ആരെങ്കിലും ചെയ്യുന്നത് കുറച്ചും കൂടെ നന്നാവില്ലേ എന്ന് ഞാൻ ആദ്യം ചോദിച്ച് അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരാളാണ്. എന്താ വെച്ചാൽ അവർ കോൺഫിഡൻസ് തന്നാലാണ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവാറ് സാധാരണ. അപ്പം അത് കാരണം ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും, ഞാൻ തന്നെ വേണോ എന്നുള്ളൊരു ക്രോസ് ചെക്ക് നടത്തും. പിന്നെ അൾട്ടിമേറ്റ്ലി എൻ്റെ ക്യാരക്ടറും ആ കഥയും തന്നെയാണ് പ്രധാനം. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്, ഗട്ട് ഫീലിംഗ് ആയാലും ബാക്കിയെല്ലാം. കാരണം പലപ്പോഴും കമേഴ്ഷ്യൽ വാല്യൂവിൽ അനലൈസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ റോൾസ് വരുമ്പോൾ വേണ്ടാന്ന് വെക്കുക, റോൾസ് വരുമ്പോൾ ഇതെനിക്ക് സൂട്ടായതാണോ എന്ന് ഒന്നുകൂടെ അങ്ങോട്ട് ചോദിക്കുക, ഇതെല്ലാം കരിയറിൽ ഗുണം ചെയ്യുമോ? അങ്ങനെ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് നാളെ എങ്ങനെ ചെയ്യണം, അടുത്ത മാസം അങ്ങനെ, അടുത്ത വർഷം അങ്ങനെ ഒരു പ്ലാനും എനിക്കില്ല. ലൈഫ് എന്താണോ എനിക്ക് കൊണ്ടുതരുന്നത് അത് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാന്. പിന്നെ സിനിമ ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് സ്വപ്നം കണ്ട് വന്നതല്ല. സിനിമയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് സിനിമയോടൊരു പ്രണയവും ഒരു ഭയങ്കര ഇഷ്ടവും ഒക്കെ വന്നു തുടങ്ങിയത്. അപ്പം അതിന് മുന്നേ എന്താ വെച്ചാൽ ഒരു സിനിമ പോലും ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കുട്ടി ഇപ്പം 50-ന് മേലെ പടങ്ങളായി, സിനിമകളായി. അപ്പം എന്നെ സംബന്ധിച്ച് അതന്നെ വലിയ ബോണസും വലിയ ലോട്ടറിയുമാണ് എനിക്ക്. അപ്പം ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡുമാണ്. അതുകൊണ്ട് അവസരങ്ങൾ പോയോ ഇല്ലയോ അതൊന്നും ഞാൻ കൺസേൺഡ് അല്ല. പിന്നെ ഒരു കോൺഫിഡൻസ് ആണ്, എനിക്കുള്ളത് എനിക്ക് തന്നെ വരും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതിപ്പം ഞാൻ പറയില്ലേ, ഞാൻ സിനിമയിൽ എത്തിപ്പെടേണ്ടതാണ് എന്ന് എവിടെയോ എൻ്റെ തലവരെയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സിനിമയിൽ വരില്ല. പട്ടാമ്പിയിൽ നടുവട്ടം വന്നിട്ടില്ല. പട്ടാമ്പിയിൽ നടുവട്ടം പോലത്തെ ഒരു നാട്ടും പുറത്ത് സിനിമയായിട്ടൊരു ബന്ധമില്ലാത്ത ഫാമിലി, സിനിമ കാണുന്ന ഒരു കൾച്ചർ പോലും ഇല്ല നമുക്ക്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന്, അതുമല്ല എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ എല്ലാ ചേച്ചിമാരേനെയും +2 കഴിഞ്ഞതും കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. ഒരു ചേച്ചി +2 പോലും പഠിച്ചിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് കോളേജിലേക്കൊക്കെ പോയി അത് കഴിഞ്ഞ് സിനിമയിൽ വരുന്നു എന്നൊക്കെ പറയുന്നത് എല്ലാം എൻ്റെ തലവരെയാണ്. അപ്പം എനിക്കുള്ളത് എനിക്ക് തന്നെ വരും, അങ്ങനെ ഒരു പേടിയൊന്നും എനിക്കില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. അങ്ങനെ ഈ നാടിൻ്റെ ഒരു ബേസ് ആണോ എപ്പോഴും ഒരു ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്? നാടൊരു വലിയ ഫാക്ടറാണ്, സ്കൂൾ ഒരു വലിയ ഫാക്ടറാണ്, അച്ഛനും അമ്മയും വളർത്തിയിട്ടുള്ളതൊരു വലിയ എന്താ വെച്ചാൽ ഇപ്പം എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വളരുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അച്ഛൻ്റെ ബിസിനസ്സിലൊക്കെ കാര്യമായിരുന്നു. അപ്പം അവിടെയൊക്കെ സഹായിക്കാൻ നിൽക്കുന്ന ആളുകൾ, ജോലിക്ക് നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ മാമ, ചേച്ചി അല്ലെങ്കിൽ അമ്മായി, അങ്ങനെ എല്ലാവരെയും അങ്ങനെയാണ് എല്ലാവരെയും വിളിച്ച് ശീലിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ആരെയും പേര് വിളിക്കാറൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഈ ഇരട്ടപ്പേരുകളൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മൾ ഫണ്ണായിട്ട് കുട്ടികൾ മൂത്തവർ വിളിക്കുന്ന കേട്ടിട്ട് വിളി എന്നുള്ളതല്ലാണ്ട്, അല്ലെങ്കിൽ അവരെല്ലാവരും അങ്ങനെയാണ്. അതേമാതിരി ഇപ്പം ഓർഡർ ചെയ്യാൻ പാടില്ല അവരോട്, വെള്ളം എടുത്തതാ, വണ്ടി കൊണ്ടുപോവാ, അങ്ങനെയൊന്നും പറയാൻ സമ്മതിക്കില്ല.
ഇപ്പൊ വെള്ളം എടുത്ത് തരുമോ, ഒന്നെടുത്ത് തരുമോ, ആ രീതിയിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് വള്ളുവനാടിന്റെയും പിന്നെ വീട്ടിലത്തെ ഒരു ട്രെയിൻ അപ്ബ്രിങ്ങിങ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് അറിയില്ല, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഒരു കഴിഞ്ഞൊരു 10 വർഷമായിട്ട് തമിഴിലായാലും മലയാളത്തിലായാലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വരുന്നൊരു പ്രാമുഖ്യം എങ്ങനെയുണ്ട്? എനിക്ക് തോന്നണേ മാറി 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 ഇങ്ങനെ ഇവോൾവ് ആയിട്ടാണ് സിനിമ വരുന്നത്. കണ്ടന്റ് വൈസ് അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവോൾവ് ആയി വരുന്നുണ്ട്. സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾ പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ KG ജോർജ് സാറിന്റെ സിനിമകൾ നോക്കും, എനിക്ക് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഡയറക്ടറാണ്. അപ്പൊ KG ജോർജ് സാറിന്റെ സിനിമകളിലെ സ്ത്രീകളോടൊക്കെ എനിക്ക് ഭയങ്കര പ്രേമമാണ്. അതല്ലെങ്കിൽ ഒരുപാട് നല്ല, സാറിന്റെ മാത്രമല്ല ഒരുപാട് നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ പണ്ടത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ കണ്ടന്റിലും അല്ലെങ്കിൽ ആ സൊസൈറ്റി പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ച് ക്യാരക്ടേഴ്സിനുള്ള ഒരു വ്യത്യാസം വന്നു എന്നുള്ളതൊക്കെയാണ്. ഇപ്പൊ ചിലപ്പം പണ്ടത്തെ കാലത്ത് ഭയങ്കര സർവം സഹ സ്ത്രീകളായിരിക്കും ഗംഭീരെന്ന് പറയപ്പെടുക. പക്ഷെ അതല്ല, നമുക്കും നമ്മളുടെ ഒരു സ്പേസ് ഉണ്ട്, നമുക്കും ഈക്വൽ സ്പേസ് വേണ്ടതുണ്ടെന്ന് നമ്മളെല്ലാവരും ബഹളം വെക്കുന്നു, നമുക്ക് അങ്ങനെ ഒരു സ്പേസ് കിട്ടി തുടങ്ങുന്നു എന്നുള്ളതൊരു സന്തോഷമുള്ള അങ്ങനത്തെ. എനിക്ക് തോന്നുന്നു കണ്ടന്റിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. സ്ത്രീപക്ഷ സിനിമകൾ അന്നുമുണ്ട്, അതിപ്പോൾ കുറച്ചും കൂടെ ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി, അല്ലെങ്കിൽ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങി എന്നാണ് തോന്നിയിട്ടില്ല അല്ലേ? ഒരുപക്ഷെ വിലയിരുത്തലായിരിക്കാം അല്ലെ, ആൾക്കാർ ഇപ്പൊ കുറച്ചുകൂടെ ഓപ്പൺ ആണ്. എന്താ വെച്ചാൽ പുതിയ ജനറേഷൻ എല്ലാവരും, നമ്മൾ നമ്മുടെ പാരന്റ്സിനെ പഠിപ്പിക്കാൻ തുടങ്ങി, നമ്മൾ നമ്മുടെ പാരന്റ്സിന് കുറേ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പം അവരും കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തു. അപ്പം മൊത്തത്തിൽ സൊസൈറ്റിയിൽ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകൾ ബഹളം വെച്ച് തുടങ്ങി, ഞങ്ങൾക്കിത് വേണം, ഞങ്ങളുടെ വർക്ക് സ്പേസിൽ നമുക്കൊരു കംഫർട്ട് വർക്ക് സ്പേസ് വേണം, അതെങ്കിൽ ഞങ്ങളുടെ പേയ്ക്കൊരു വാല്യൂ കൂട്ടണം എന്നൊക്കെയുള്ള രീതിയിൽ ആളുകൾ സംസാരിച്ച് തുടങ്ങിയപ്പം, അല്ലെങ്കിൽ സ്ത്രീ പെർസ്പെക്റ്റീവ് വേണം, എപ്പോഴും പുരുഷന്മാർ എഴുതുന്ന പോലെ അല്ല സ്ത്രീകളുടെ ചിന്തകളും കാഴ്ചകളും ഇമോഷൻസും എന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങി, നമ്മളും എഴുതി തുടങ്ങി. ഒരുപാട് സ്ത്രീകൾ വരുന്നു, ടെക്നീഷ്യൻസ് വരുന്നു, എഴുത്തുകാർ വരുന്നു. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ വന്നപ്പം കുറച്ചും കൂടെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി എങ്ങനെയാണ് സ്ത്രീകളുടെ ചിന്ത എന്നുള്ളത്. അപ്പം അതിനൊരു ആക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പം ലോകത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു മെയിൽ പ്രൊട്ടഗോണിസ്റ്റാണ് ലീഡ് ചെയ്യുന്നത് പലപ്പോഴും. ഒരു 90% സിനിമകളും അത് സൊസൈറ്റിയുടെ ഒരു ഭാഗം, ഒരു പെർസെൻറ്റേജ് ആണല്ലോ നമ്മളുടെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നാട്ടിലും അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും. അപ്പം മൊത്തത്തിൽ മാറിയാൽ എന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് എത്രയൊക്കെയോ. ഇപ്പോഴും പല വീടുകളിലും അച്ഛന്മാരാണ്, അല്ലെങ്കിൽ ആങ്ങളമാരാണ്, അല്ലെങ്കിൽ അച്ഛനും ആങ്ങളെയോ. ഇപ്പം ഞാനൊക്കെ വളരുമ്പോൾ ഒക്കെ കേൾക്കുന്നതാണ്, എനിക്ക് ആങ്ങളമാരും ഇല്ല, അച്ഛനും ഉണ്ടായിട്ടില്ല, അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുമില്ല. അപ്പം അത് കാരണം എല്ലാവർക്കും ഒരു സഹതാപമാണ്, അയ്യോ ഇവരുടെ ജീവിതം ഇവരെങ്ങനെയാണ് ഇനി ജീവിക്കുക, ആണുങ്ങളില്ലാത്ത വീട്, ആരാ കൂട്ടിനുണ്ടാവുക, എങ്ങനെയാ. അപ്പം നാട്ടിലും അങ്ങനെയല്ലേ. അപ്പം എല്ലായിടത്തും ആ പുരുഷന്മാരില്ലെങ്കിൽ എന്നുള്ളൊരു ഭയങ്കര ഫിയർ എല്ലായിടത്തും ഉണ്ട്. അപ്പം അതന്നെയാണ് സിനിമയിലും. അല്ലാണ്ട് സിനിമയ്ക്ക് സ്പെഷ്യലായിട്ടൊരു മെയിൽ ഡോമിനൻസ് എനിക്ക് തോന്നിയിട്ടില്ല. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മൾ ആളുകളോട് പറഞ്ഞ് മൊത്തത്തിൽ ഇങ്ങനെ മാറണം. കുറേയൊക്കെ ചേഞ്ച് വരുന്നുണ്ടല്ലോ. ഇപ്പം പണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചേച്ചിമാരൊക്കെ +2 ഒക്കെ ആകുമ്പോൾ കല്യാണം കഴിച്ച് പോയിരുന്നത് ഇപ്പം മാറി. ഇപ്പം കുട്ടികളൊക്കെ പഠിക്കുന്നു, ജോലി ആവുന്നു, എന്നിട്ടാണ് അനിയത്തിമാർ അല്ലെങ്കിൽ ചേച്ചിമാരുടെ മക്കളൊക്കെ കല്യാണം കഴിച്ച് ജോലി ആയിട്ടാണ് കല്യാണത്തിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പം അങ്ങനെ പതുക്കെ ഭയങ്കര സ്ലോ ആണ്, പക്ഷെ പതുക്കെ മാറുന്നു. ആ മാറ്റം നമുക്ക് സിനിമയിലും കാണാനുണ്ട്. ഇപ്പം കുറച്ച് നേരം മുമ്പ് നമ്മൾ ഇത് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് മെസ്സേജസ് വായിക്കുകയായിരുന്നു. ഇതേപോലെ തമിഴിലെ ഫാൻസ്, തമിഴിലെ ഇഷ്ടപ്പെടുന്നവർ പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഭയങ്കര ഹിറ്റായിരുന്നു അവിടെ, ഇവിടെ അതേ ആൾക്കാർ ഇഷ്ടം പോലെ കാണുന്നുണ്ട്, അത് നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ സാധനം. കഴിഞ്ഞ ദിവസം ഒരു ചാനലിന്, നമ്മൾ വളരെ ഒരു ലീഡിങ് ഒരു ചാനലാണ്, അപ്പൊ അവിടുന്ന് ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അനു സഹിക്കുന്നില്ല, അനു എന്നെ അറിയാം ഇത് കഥയാണ്, സീരിയസ് ആണെന്നൊക്കെ നമുക്കറിയാം, പക്ഷെ എന്നാലും അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അനു, തകർത്ത് കളഞ്ഞു കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ആ ചേച്ചി കുറെ എന്നോട് അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിച്ചതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, പക്ഷെ ഇത് കാരണം ഞാൻ ഇവിടെ പറഞ്ഞിട്ട് 10-15 പേര് ഇത് കാണുന്നുണ്ട്, ഇപ്പൊ എന്റെ താഴെ ഉള്ളവരൊക്കെ ലീവ് ചോദിച്ചു പോവാണ്, ഇത് കാണാൻ. ബുധനാഴ്ച ആയാലും എല്ലാവർക്കും ആകെ വെപ്രാളാണ്, വ്യാഴാഴ്ച ആയാലും ഇപ്പൊ 2 ആഴ്ചയായിട്ട് അതിന്റെ ഒരു ക്ലൈമാക്സ് പോർഷൻസ് നടക്കുക. ഇപ്പൊ വ്യാഴാഴ്ച ആകുമ്പോൾ ഇപ്പൊ ആരും മര്യാദക്ക് പണിയെടുക്കുന്നില്ല, ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്, സങ്കടപ്പെട്ടിരിക്കുകയാണ്, സീരീസ് കാണിച്ചത്. അപ്പൊ അവരോട് എന്തെങ്കിലും പണിയെടുക്കാൻ പറഞ്ഞാൽ മിണ്ടത് എന്നുള്ള സീരീസ് കാണിച്ച് ഞങ്ങള് അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര നല്ല ഫീഡ്ബാക്ക് നമ്മുടെ നാട്ടിൽ നിന്നും. അതൊരു മാധ്യമം, നമ്മളുടെ ഒരു ലീഡിങ് മീഡിയ ചാനൽ എന്നൊക്കെ വരുമ്പോഴേ അവര് പോലും ഇതിങ്ങനെ
അഡിക്റ്റഡ് ആവണമെന്ന് പറയുമ്പോൾ എനിക്കതൊരു വലിയ സന്തോഷമുള്ള കാര്യം. 100 എപ്പിസോഡോളം ഇല്ലേ അത്? അതെ, 100 എപ്പിസോഡുള്ള ഒരു സാധനം ഇത്രയും ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്ന തന്നെ വലിയൊരു കാര്യം തന്നെ. സീസൺ 1ഉം 2ഉം കഴിഞ്ഞു. അല്ല അതിൽ എന്താണ് ഇപ്പം മലയാളത്തിൽ അധികം കാണാറില്ല. ഇപ്പം അന്ന് 2 നമ്മൾ വർഷമായിട്ട് ഇപ്പൊ ഞാൻ നമ്മൾ സംസാരിച്ചപ്പോൾ ആരെങ്കിലും വെച്ച് സംസാരിച്ച് പറഞ്ഞില്ലേ ഞാൻ എനിക്ക് അവിടെ തന്നെ സെറ്റിൽ ആയാലോ എന്ന് ആലോചിക്കുകയാണ്. എന്താ വെച്ചാൽ 2 വർഷമായിട്ട് ഇപ്പൊ അവിടെ തന്നെയാണ്. മാസം ഒരു 15-20 ദിവസം എന്നുള്ള പോലെയാണ് ചെന്നൈയിൽ അവിടെ ഷൂട്ട് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഇടയിൽ ഈ സീരീസ് നന്നായി പോകുന്നത് കൊണ്ട് തമിഴിൽ ഞാൻ കുറച്ച് പടങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു 10-12 ദിവസം ഹാർട്ട് ബീറ്റിന് കൊടുത്താൽ ബാക്കി ഒരു 10 ദിവസം വേറെ പ്രോജക്റ്റുകളും ഡബിങ് അങ്ങനെ പല വർക്കുകളായിട്ടും അവിടെ ഉണ്ട്. അപ്പം അതാണ് കൂടുതലും ചെന്നൈയിൽ നിൽക്കുന്നത്. അൾട്ടിമേറ്റ്ലി ചെയ്യാൻ താല്പര്യം നമ്മുടെ സിനിമ തന്നെയാണ്, നമ്മുടെ കഥാപാത്രങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പം കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് എനിക്ക് ഗംഭീര വേഷങ്ങൾ അവിടെ, മലയാളത്തിൽ കിട്ടാത്ത വേഷങ്ങളാണ് എനിക്ക് അവിടെ കിട്ടുന്നത്. അപ്പം ഒരു ആക്ടർ എന്നുള്ള രീതിക്ക് ഞാൻ തമിഴ് കംഫർട്ടബിളുമാണ് സംസാരിക്കാനായിട്ട്. അപ്പം അത് കാരണം ഒരു ആക്ടർ എന്നുള്ള രീതിക്ക് എവിടെയാണോ നല്ല പെർഫോമൻസ്, നല്ല റോള് കിട്ടുന്നത് വെച്ചാൽ ഞാൻ അതാ ചെയ്യുള്ളൂ. എനിക്കൊരു ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. മലയാളം എൻ്റെ ഭാഷയായതുകൊണ്ട് ഇപ്പം ഞാൻ തമിഴ് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഈ ക്യാരക്ടർ ആലോചിക്കുന്നത് മലയാളത്തിലാണ്, എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് മലയാളത്തിലാണ്. പക്ഷെ തമിഴ് ഇഷ്ടമാണ്, എനിക്ക് തമിഴ് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പൊതുവെ. അപ്പം തമിഴ് ഇഷ്ടമുണ്ട്, ലാംഗ്വേജ് എനിക്ക് പെട്ടെന്ന് വരികയും ചെയ്തു. നല്ല ക്യാരക്ടറാണ്. ഇപ്പം ഞാൻ ചെയ്ത കുറുവമ്മാളായാലും ഇപ്പം ഈ ഹാർട്ട് ബീറ്റിലെ രതി ആയാലും, കുറുവമ്മാൾ എന്ന് പറഞ്ഞിട്ട് അയലി ആയിരുന്നു ആദ്യത്തെ തമിഴിൽ അവിടെ ഹിറ്റായത്. പിന്നെ അങ്ങനെ ഇപ്പം ഞാൻ ലോയർ എന്ന് പറഞ്ഞ ഫിലിമിലൊരു ക്യാരക്ടർ ചെയ്തു, വിജയ് ആന്റണി ഫിലിം, അതായാലും അങ്ങനെ എല്ലാം നല്ല രസമുള്ള ക്യാരക്ടേഴ്സാണ് ഇപ്പം കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്തുകൊണ്ടായിരിക്കും മലയാളത്തിൽ നിന്ന് ഇപ്പം അനു വേണ്ടെന്ന് വെക്കുന്നതാണോ മലയാളത്തിൽ വന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ അനുവിന് നല്ല പ്രോജക്റ്റ് വന്നില്ല എനിക്കിപ്പം. ആൻഡ് റീസെന്റ് ഇപ്പം എനിക്ക് വിളിക്കുന്നത് എല്ലാം ഇങ്ങനെ 1 ദിവസം 2 ദിവസം വർക്കുകളാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല അങ്ങനെ വർക്ക് ചെയ്യാൻ. ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിൽ കയറാൻ തന്നെ എനിക്കൊരു 2-3 ദിവസം എടുക്കും. അപ്പം അങ്ങനെ വർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ 1 ദിവസം 2 ദിവസം ഞാൻ പോകുന്നു, എന്തോ ഒരു ജോലി ചെയ്ത് തിരിച്ചു വരണു എന്നുള്ള പോലെനെക്കാട്ടിലും ഇങ്ങനെ ഇമോഷണലി ഇൻവോൾവ് ആയി അഭിനയിക്കാനാണ് എനിക്കിഷ്ടം. ഞാനൊരു ആക്ടർ ആകുമ്പം എൻ്റെ ഒരു ത്രില്ല് എന്ന് പറയുന്നത് അനുമോളെ മാറ്റി വെച്ചിട്ട് ഇപ്പം എനിക്ക് രതിയാവാം, സുമിത്രയാവാം, രാഗിണിയാവാം, ഇങ്ങനെ പല പല സ്ത്രീകളാവാം എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പം പിന്നെ എനിക്കാണെങ്കിൽ എല്ലാവരുടെ പോലെ അങ്ങനെ ഒരു ആക്ഷൻ കട്ടിൻ്റെ ഇടയിൽ അഭിനയിക്കാനുള്ളൊരു ടാലൻ്റ് ഇല്ല. അപ്പം എനിക്ക് ഇമോഷണലിയാണ് അഭിനയിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അനുമോളെ മാറ്റി വെച്ചിട്ട് ഓക്കെ രതിയാണ്, എൻ്റെ മോള് ഹോസ്പിറ്റൽ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ്, എൻ്റെ മോള് ഹോസ്പിറ്റൽ, ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ആ പ്രോസസ്സാണ് എനിക്കിഷ്ടം. കാരണം ഇമോഷണലി അഭിനയിക്കുമ്പോൾ ഒരു പ്രശ്നം പറഞ്ഞാൽ ഇത് ഈ പരിപാടി കഴിഞ്ഞാലും പിന്നെ ഇത് കൊണ്ട് നടക്കണ്ടേ കുറച്ച് ദിവസം. അതെ, ഇപ്പം ഞങ്ങളുടെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴേ ഭയങ്കര കരച്ചിലും അങ്ങനത്തെ സീനായിരുന്നേ. ഒരു 10-15 ദിവസം എന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ നല്ലോണം മെലിയൊക്കെ ചെയ്തു. എന്താ വെച്ചാൽ ഭയങ്കര ടെൻഷൻ സീൻ എടുക്കണ ദിവസം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഒരു മരണമോ ഒരു ആക്സിഡന്റോ അങ്ങനത്തെ ഭയങ്കര സ്കെയർ അങ്ങനത്തെ സീനാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് ഇറങ്ങൂല. അപ്പം ആ മൂഡിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ സെറ്റിൽ ആരെയും നോക്കില്ല, ഞാൻ ഫുൾ താഴേക്കേ നോക്കുള്ളൂ, നടക്കുമ്പോഴും താഴേക്കേ നോക്കുള്ളൂ. അപ്പം ആരെങ്കിലൊക്കെ നോക്കി വർത്താനം പറഞ്ഞ് ചിരിച്ചൊക്കെ പോയാൽ പിന്നെ ആ ചിരി എൻ്റെ കണ്ണിലും വായിലും ഉണ്ടാവും. അത് ഒഴിവാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ആ കണ്ണിൽ പെയിൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നടക്കും. അപ്പൊ 15 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂടുതലല്ലേ. അതെ അതെ അതെ, അതെല്ലാം ചോദിച്ചേ. അപ്പൊ ഇതിന്ന് ഒരു മൊത്തത്തിൽ ഡ്രെയിൻ ആയി പോലെ നമ്മൾ ഇത് കഴിയുമ്പോൾ തന്നെ, ഒരു സീരീസ് കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആവും. ഞാൻ ഇതേ ഹാർട്ട് ബീറ്റ് കഴിഞ്ഞ് ചെന്നൈയിൽ നിന്ന് നേരെ ഞാൻ തിരുവണ്ണാമല അമ്പലത്തിൽ പോയി. അടുത്ത ദിവസം ഞാൻ കൊൽക്കത്തയ്ക്ക് വണ്ടി കയറി. അപ്പം എനിക്കൊന്ന് ബ്രേക്ക് ചെയ്യണമായിരുന്നു. പക്ഷെ എന്താ പറ്റിയെച്ചാല് സീരീസൺ ഷൂട്ടാണ് കഴിഞ്ഞത്, ടെലികാസ്റ്റ് ഇനിയും ഉണ്ട്, ഇന്നും കൂടെ വരും. അപ്പം ഈ വീക്കും കൂടെ. അപ്പം എന്താ വെച്ചാൽ അത് വരുമ്പോൾ വീണ്ടും ഞാൻ അതിലേക്ക് കണക്റ്റഡ് ആവുകയാണ്. എനിക്ക് റെസ്പോൺസ് വരുന്നതും ആളുകളുടെ മെസ്സേജസ് വരുന്നതും നമ്മളത് കാണുകയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ ആ മൂഡിലേക്ക് തന്നെ പോവുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കംപ്ലീറ്റ് ടെലികാസ്റ്റും കൂടെ കഴിഞ്ഞാലേ ആണ് എനിക്കൊരു മൂഡ് ബ്രേക്ക് നടക്കുള്ളൂ എന്നിപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ യാത്രകൾ, ഇപ്പം അനുയാത്ര എന്ന് പറഞ്ഞൊരു സീരീസ് നേരത്തെ ചെയ്യുമായിരുന്നു. ഈ യാത്രകൾ എത്രമാത്രം ഒരു നമ്മൾ ഈ കാണുന്ന ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിന്, ഐ മീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാരക്ടർ ബിൽഡിങ്ങിന് സഹായിച്ചിട്ടുണ്ട്? എത്രമാത്രം എനിക്ക് പറയാൻ അറിയില്ല, പക്ഷെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി പേഴ്സണൽ ആണോ? അല്ലല്ല, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എന്താണെന്നറിയോ, നമ്മൾ പല സ്ഥലത്തും പല നാട്ടുകാരെയും ആളുകളെയും കാണും. ചിലപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ചില ആൾക്കാരുടെ ഒരു രീതികളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ചേഷ്ടകൾ, അവരുടെ ചിരിയായാലും അവരുടെ ഒരു നടത്തമായാലും ഇരുത്തമായാലും ഒക്കെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ നമ്മളൊരു ഭയങ്കര, ഇപ്പം ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു പ്രോജക്റ്റിൽ ഒരു ഭയങ്കര റോഡ് സൈഡ് ഒരു സ്ലം പോലത്തെ സ്ത്രീയാണ്. അപ്പം നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിലൊക്കെ നമ്മൾ ഈ റോഡ് സൈഡിലെ ചേച്ചിമാരൊക്കെ ഇരിക്കുന്നൊക്കെ കണ്ടിട്ട് അവർ ഭയങ്കര കെയർലെസ് ആയിട്ട് കൈയും കാലൊക്കെ അവർ ഭയങ്കര കെയർലെസ് ആയി വെച്ച്
ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കണ പോലെ ഇങ്ങനെ ഭയങ്കര വൃത്തിക്കൊന്നുമായിരിക്കില്ലല്ലോ അവരിങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കില്ലേ. അപ്പം അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ നമ്മൾ അറിയാം. ഞാനത് വേണച്ച് നോട്ടീസ് ചെയ്യല്ല, പക്ഷെ നമ്മൾ അറിയാതെ നമുക്ക് ഹെൽപ്പ് ആവാറുണ്ടെന്ന് തോന്നുന്നു. ക്യാരക്ടേഴ്സും വായിച്ച പുസ്തകങ്ങളും ഒക്കെ ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. ഈവൻ നാട്ടിൽ നമ്മൾ ജനിച്ചു വളരുമ്പോൾ കണ്ടിരുന്ന ആളുകളൊക്കെ, ഇപ്പം ഞാൻ തവളയുടെ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാനൊരു ദുബായ്ക്കാരൻ്റെ ഭാര്യയാണ്, ഭർത്താവ് ദുബായിലാണ്. അപ്പം നാട്ടിൽ മോനെ വളർത്തുന്ന ഒരു നാട്ടുംപുറം അമ്മ. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരു നല്ലിയാൻറ്റി ഉണ്ടായിരുന്നു. അപ്പം അവരെല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ വീട്ടിലാണ് വന്നിരിക്കുക. ദുബായിൽ നിന്ന് ഫോൺ വരും. പണ്ട് ഞാൻ കുട്ടിയാകുമ്പോൾ അപ്പം ഞാൻ കിടക്കുന്ന ബെഡ്റൂമിലാണ് ഫോൺ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം അവിടെയാണ് നല്ലിയാൻറ്റി വന്നിരിക്കുക. ചിലപ്പോൾ ഞാൻ ഉറങ്ങിയായിരിക്കും, ചിലപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ടാവും. അവരുടെ ഫോൺ വർത്താനം ഞാൻ കേൾക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു കാത്തിരിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഫോൺ വരുമ്പോഴുള്ള അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഫോൺ കട്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു സങ്കടം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ക്യാരക്ടർ ചെയ്യുമ്പം ഞാൻ ആലോചിച്ചെടുത്തതൊന്നുമല്ല. എനിക്കിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അയ്യോ ഇത് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കണ്ടതല്ലേ നല്ലിയാൻറ്റീനെ എങ്ങനെ എന്നുള്ള ആ ഒരു സാധനം എനിക്ക് പെട്ടെന്ന് കണക്ട് ആയി. അപ്പം അങ്ങനെ കണ്ട ആളുകളൊക്കെ അങ്ങനെ എവിടെയെങ്കിലൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ആവും തോന്നുന്നു. ചിലപ്പോൾ നമ്മൾ വേണച്ചാവില്ല, നമ്മൾ അറിയാണ്ട് അതങ്ങനെ പുറത്ത് കിടക്കുന്നോണ്ടായിരിക്കാം. പിന്നെ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാനിങ്ങനെ ക്ലാസ്സിൽ ഭയങ്കര മൂടിയായിട്ടിരിക്കുമ്പം ഒരു സിസ്റ്റർ ജിസ ഉണ്ടായിരുന്നു. ജിസാസ്റ്റർ ആണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് സ്കൂൾ എൻ്റെ മാക്സിമസ് ടീച്ചറായിരുന്നു പ്രസന്റേഷൻ കോൺവെന്റിൽ. അപ്പം എൻ്റെ ലൈഫ് ഒരുപാട് മാറ്റിയതും, അല്ലെങ്കിൽ ഈ അനുമോളുടെ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ട ആളുകളാണ് സിസ്റ്റർ ജിസയൊക്കെ എൻ്റെ സ്കൂളിൽ. അപ്പോൾ ജിസാസ്റ്റർ എന്ത് ചോദിച്ചാൽ ഈ കുട്ടി ഇങ്ങനെ ക്ലാസ്സിൽ മൂടിയായിട്ട് ഇരിക്കുകയല്ലേ ഫുൾ ടൈം എന്ന് വിചാരിച്ചു. അച്ഛൻ മരിച്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ സിസ്റ്റർ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാ ലഞ്ച് ബ്രേക്കിനും എന്നോട് പറയും 5 പേരെ ഒബ്സർവ് ചെയ്തിട്ട് സിസ്റ്റർക്ക് വന്ന് പറഞ്ഞു കൊടുക്കണം. 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ പ്രായത്തിലൊക്കെ. അപ്പം ഞാനൊരു സിസ്റ്ററോട് പോയി പറഞ്ഞു കൊടുക്കുകയും ചെയ്യായിരുന്നു. എന്താ വെച്ചാൽ സിസ്റ്റർ വിചാരിച്ചിട്ടുണ്ടാവും എന്നൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനും എന്നൊന്ന് എൻഗേജ്ഡ് ആകാൻ, ഈ കുട്ടി ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് സിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഞാനത് ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പം എനിക്കത് ഹെൽപ്ഫുള്ളാണ്. ഇപ്പം എനിക്ക് ആളുകളുടെ മാനറിസംസും ബോഡി ലാംഗ്വേജൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അന്നിപ്പോൾ നമ്മൾ സിനിമയിൽ വരുന്നോ നടിയാവുന്നോ ഒന്നും എനിക്കും അറിയില്ല, സിസ്റ്റർക്കും അറിയില്ല, ഒന്നും അറിയില്ല. അന്ന് എന്തോ സിസ്റ്റർ അങ്ങനെ എന്നെ എൻഗേജ്ഡ് ആക്കാൻ തന്നൊരു അസൈൻമെൻ്റ് ആണ്. അപ്പം അന്ന് കണ്ട ഒരുപാട് ആളുകൾ എൻ്റെ മനസ്സിലുണ്ട്. കുട്ടികളുടെ പാരൻസ് വരുന്നത്, ഇപ്പം ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ LKGയിലേക്ക് പോകുന്ന അച്ഛന്മാരും അമ്മമാരും സ്കൂൾ ജീപ്പ് ഡ്രൈവേഴ്സും അങ്ങനെ കുറേ ആളുകൾ വന്നു പോവും. നമ്മുടെ സ്കൂളിൽ തന്നെ ആയമാർ, ചേച്ചിമാർ, സാറുമാർ, കുട്ടികൾ. അപ്പം അങ്ങനെ അതന്നെയായിരുന്നു കുറച്ച് വായ നോക്കാന്നുള്ളതിൻ്റെ ഒരു വേറൊരു വേർഷൻ, ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടാഗ്. അങ്ങനെ ഒരു ജോലിക്ക് സിസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു ലഞ്ച് ബ്രേക്കിന്. അപ്പം അതൊക്കെ അതെ 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 നമ്മൾ ഭംഗിയുള്ള എന്ത് കണ്ടാലും നോക്കി ആസ്വദിക്കണം എന്നുള്ളതാണ്. ഒരു നായികാ സങ്കല്പം അല്ലെങ്കിൽ ഒരു ലീഡ് ക്യാരക്ടറിൻ്റെ സങ്കല്പത്തിൻ്റെ ഒരു ജിങ്സ് പൊളിച്ച സാധനമാണ് വെടിയൊഴിപാടുള്ള റോള്. ആ റോൾ ഒരു പക്ഷേ അനുവിന് ഗുണം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് കരിയറിൽ എങ്ങനെയെങ്കിലും അത് പിന്നീടൊരു പ്രശ്നമായിട്ടുണ്ടോ? കാരണം ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് ആ സാധനം ചെയ്തത്. നമുക്ക് ശരിയാണ് വരുന്നത്, കാരണം കൗണ്ടേഴ്സ് വെച്ചുള്ള ശരിയാണ് വരുന്നത്. പക്ഷെ ആ സമയത്ത് ആലോചിച്ചിരുന്നു ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് പ്രശ്നമാകുമെന്ന്? അല്ലല്ല, അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഒന്ന് എന്താ വെച്ചാൽ സിനിമയാണ് എൻ്റെ കരിയർന്നോ ഇതാണ് എൻ്റെ ലൈഫെന്നോ ഒന്നും ഞാൻ അന്ന് വിചാരിച്ചിട്ടില്ല. സിനിമ വലിക്കുകയാണെങ്കിൽ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ, വരുന്ന സിനിമകൾ നന്നായി ചെയ്യാന്നുള്ളത്. പക്ഷെ ഞാൻ ആ സിനിമ ആദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒന്നും വരില്ല, ഭയങ്കര ഇൻഹിബിഷൻസും ലിമിറ്റേഷൻസും ഒക്കെ അതിങ്ങനെ ഗ്രാജുവലി ആണെന്ന് തോന്നുന്നു കുറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പം തുടക്കകാലമാണ്, ഞാൻ സിനിമയിൽ വന്ന 5ാമത്തെ കൊല്ലാണ് വെടിവഴിപാട് ചെയ്യണം. അപ്പം അതൊരു ഭയങ്കര ഇൻഹിബിഷനും കാര്യങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതെനിക്ക് അങ്ങനെ ഇത്തിരി മടിയാണ്, എനിക്കിങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല, ഈ ബോഡി ലാംഗ്വേജ് എനിക്ക് വരില്ല. പിന്നെ ബാത്ത് ടവൽ ഇടുന്നൊരു സീനുണ്ട്. അപ്പം അന്ന് ഇപ്പം നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ട് നടക്കും, പക്ഷെ അന്ന് കാലൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര മടിയുള്ള ഒരു സമയമായിരുന്നു. നാട്ടിൽ നിന്ന് അങ്ങനെ ശീലമില്ലല്ലോ, അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ അതിലൊരു 1-2 ഡയലോഗ്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറയാൻ. അതിൻ്റെയൊക്കെ മേലെ ഞാനൊരു ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരോട് ഇങ്ങനെ ഞാൻ എന്തും ഡിസ്കസ് ചെയ്യും. അവിടുത്തെ എൻ്റെ പഴയ 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ടൈറ്റിൽ അത്ര ശരിയല്ലല്ലോ. അപ്പം ഞാൻ നമ്മളുടെ ടീമിൻ്റെ അടുത്ത് പ്രൊഡ്യൂസർ അരുണും ശംഭുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച കുറച്ച് ഡിമാൻഡ്സിൽ ഒന്ന് ടൈറ്റിൽ മാറ്റാൻ പറ്റുമോ, അതിനൊരു മോശം പേര് നാട്ടിലിങ്ങനെ ആളുകളുടെ ഒരു കൊളോക്കിയലി അതിനൊരു മോശം വ്യാഖ്യാനം പറയുന്നുണ്ടല്ലോ, അപ്പം ടൈറ്റിൽ മാറ്റാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അവർ ആ ടൈറ്റിലാണ് അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ അമ്മയാണെങ്കിൽ
എന്താ കുഴപ്പം, ഭഗവതിയുടെ വഴിപാടല്ലേ. അത് ശരി. ആ അമ്മയ്ക്ക് കൊളോക്കിയൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയില്ല. ആണുങ്ങളില്ലാണ്ട് വളർന്നത് കൊണ്ട് ഞാൻ പുറമേന്നാണ്, ഞാൻ പുറമേന്ന് അറിയുന്നതാണ്. അമ്മയ്ക്ക് അതിന് ഓപ്ഷനും ഇല്ലല്ലോ. ഭഗവതിയുടെ വഴിപാടാണ്, നല്ല പേരാണ്, എല്ലാത്തിനും എന്തെങ്കിലും മോശം കണ്ടുപിടിക്കുന്നൊക്കെ കൊണ്ട് അമ്മേൻ്റെ വഴക്കും അറിയാം. പിന്നെ ഞാനൊരു 2-3 ഡയലോഗ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കുറേയൊക്കെ ഞാൻ കംഫർട്ടബിൾ അല്ലാത്തത് മാറ്റി തന്നു. ബാക്കി അത്യാവശ്യമായത് അത് വേണമെന്ന് എന്നോട് പറഞ്ഞു. ബാത്ത് ടവലാണെങ്കിലും അവരെന്ത് ചെയ്തു എന്നറിയോ, 2 ബാത്ത് ടവൽ കൂട്ടി തുന്നി. ഓ, ഈ ഷോട്ട് അല്ല ആ ബാത്ത് ടവൽ, ആ ബാത്ത് ടവലിന് ഇത്ര നീളമുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ എന്നെ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അരുൺ ഒരു പ്രോമിസ് തന്നു, അനു എപ്പോൾ സെറ്റൊന്നും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നു, അത് അനു 10 ദിവസം ഷൂട്ട് ചെയ്തിട്ടാണ് അനുവിന് ഇറങ്ങി പോകണം തോന്നുന്നു വെച്ചാൽ അനു ഇറങ്ങി പോവാം, ആരും അത് ചോദിക്കില്ല, ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. ഓ ശരി. അങ്ങനെ ഒരു ഗ്യാരണ്ടി ഒക്കെ ഒരു പ്രൊഡ്യൂസർ തരുമ്പം അങ്ങനെയാണ് ധൈര്യം വേറെ. പിന്നെ എന്നോട് പറഞ്ഞത്, അനു വിചാരിച്ചു വെച്ചിട്ടുള്ള സാധാരണ കാണിക്കുന്ന ഈ ചേഷ്ടകളുടെ ഒന്നും ആവശ്യമില്ല, ഇതൊരു കുട്ടിയെ വളർത്തുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ്, അവർ ഈ ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് അപ്പോൾ ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്, ആ ക്യാരക്ടറിനോട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്ത മലയാളം സെറ്റുകളിൽ ഏറ്റവും അധികം കംഫർട്ടബിൾ ആയ ഒരു സെറ്റായിരിക്കും അത് വെടിവഴിപാട്. ഓ അത് ശരി. അതല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര, നമുക്ക് ഒരുപാട് ഇൻഹിബിഷൻ, നമുക്ക് ഒരുപാട് മടിയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു സാധനം. അപ്പം എല്ലാവരും കൂടെ നമ്മളോട് കോപ്പറേറ്റീവ് ആയിട്ട് നമ്മളെ എൻകറേജ് ചെയ്തതുകൊണ്ടും നമ്മളെ അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിർത്തിയത് കൊണ്ടുമാണ് അത് ചെയ്യാൻ പറ്റിയത്. ഞാൻ മലയാളത്തിൽ എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയ സെറ്റുകളിൽ ഒന്നാണ്. അടിപൊളി. നമ്മൾ പലപ്പോഴും അഭിനയത്തിൽ ഒരു ആത്മാർത്ഥത വേണമെന്ന് പറയും. എന്തെങ്കിലും അഭിനയത്തിൽ ആത്മാർത്ഥത ഉണ്ടാവും, പക്ഷേ ഈ ആത്മാർത്ഥത നമുക്ക് അഭിനയിക്കാൻ പറ്റുമോ? ഇല്ല, ആത്മാർത്ഥത അഭിനയിക്കാൻ പറ്റില്ല. ഇല്ല, ആത്മാർത്ഥത ഉള്ളെന്ന് വരെ തന്നെ വേണം, അത് അഭിനയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷോർട്ട് സമയത്ത് അഭിനയിക്കുന്നതും അതിന് ശേഷം ആ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഷോർട്ടിൽ മാത്രം ഒന്നും അധികകാലം അഭിനയിക്കാം. ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്നത് ഓക്കെ, അതല്ലാണ്ട് നമ്മൾ ലൈഫിൽ എനിക്ക് തോന്നണില്ല ഒന്നും അധികകാലം നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. നമ്മൾ ഫേക്കായിട്ടോ അഭിനയിച്ച് നിൽക്കുകയാണെങ്കിലോ അതൊരു ലോങ് റണ്ണിന് നമുക്കത് പറ്റില്ല, അത് എവിടെയെങ്കിലുമൊക്കെ പൊളിയും. OTT പ്ലാറ്റ്ഫോമുകൾ കുറച്ചുകൂടെ സ്ത്രീകൾ ലീഡുള്ള കഥാപാത്രങ്ങൾക്ക് അക്സെപ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ OTT പ്രേക്ഷകർ, അങ്ങനെ പറയാൻ പറ്റില്ല, സിനിമ കാണുന്നവർ തന്നെ OTT കാണുന്നുണ്ട്. എന്നാൽ OTTയിൽ വരുന്ന കണ്ടന്റിന് കുറച്ചുകൂടെ ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ ലീഡ് വരുമ്പോൾ അക്സെപ്റ്റൻസ് കൂടുതൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് OTT വന്നതോടുകൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയി എല്ലാവർക്കും, ആക്ടേഴ്സിനും ടെക്നീഷ്യൻസിനും എല്ലാവർക്കും. നമുക്കാണെങ്കിലും സിനിമ ആയാലും സീരീസ് ആയാലും ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു. ആൻഡ് അതിനൊക്കെ ആക്സെപ്റ്റൻസും കിട്ടുന്നുണ്ട്. അപ്പം ഒന്ന് എനിക്ക് തോന്നുന്നു, പണ്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് കാണുന്ന ഒരു സീരിയൽ ഓഡിയൻസ് ഉണ്ട്. ഈ കോവിഡിന് ശേഷം ആ ഓഡിയൻസും ഓൺലൈനുമായിട്ട് കണക്റ്റഡ് ആയി. മക്കൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സും, മുത്തശ്ശിമാര് വരെ ഓൺലൈൻ ക്ലാസ് കണക്ട് ചെയ്ത് കൊടുത്തു തുടങ്ങി. അപ്പം അവരും അത് കണക്റ്റഡ് ആയി. അതല്ലെങ്കിൽ സീരിയൽസ് ഓൺലൈനിൽ വന്നു തുടങ്ങി. അപ്പം അവർക്ക് ആ എക്സ്പോഷർ കിട്ടി സീരിയൽ കണ്ടിട്ട്. അപ്പം അവർ സ്ക്രോൾ ചെയ്ത് പോകുമ്പം അപ്പുറത്ത് സിനിമയും സീരീസും ഒക്കെ കണ്ടു തുടങ്ങി. പിന്നെ അതുമല്ല, വീട്ടിലാണെങ്കിലും ആളുകൾ ഇപ്പം മേ ബി എനിക്ക് തോന്നുന്നു, ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് തിയേറ്ററിലേക്ക് വരുന്നത് കുറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇപ്പം ആൾക്കാർ എല്ലാവരും OTTയിൽ കാണുന്നുണ്ട്. മേ ബി അവർ ആലോചിക്കേണ്ട, ഒരു ഫാമിലി ആയിട്ട് തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഉള്ളൊരു എക്സ്പെൻസും ആ ഒരു ടൈമും അതൊക്കെ ആലോചിച്ചിട്ട് വീട്ടിലിപ്പം ഒരുവിധം എല്ലാവരും നല്ല TV-യും നല്ല സ്പീക്കർ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് വീട്ടിലിരുന്ന് സിനിമ കാണുകയും, ഇപ്പൊ പ്രത്യേകിച്ച് ഹാർട്ട് ബീറ്റ് പോലത്തെ സീരീസുകൾ, ഈ 100 എപ്പിസോഡ് സീരീസ് ഒക്കെ ബിഞ്ച് വാച്ച് ചെയ്യുന്ന ആൾക്കാർ 3-4 ദിവസം കൊണ്ട് 100 കണ്ടു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു, നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് നമുക്കിരുന്ന് കാണാൻ പറ്റുന്നു എന്നുള്ളൊരു സൗകര്യമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു സിനിമ തിയേറ്ററിലേക്ക് പോകണമെങ്കിൽ ആ തിയേറ്റർ ടൈമിങ്സ് നോക്കിയിട്ട് പോകണമല്ലോ. ഇത് വീട്ടിലാകുമ്പോൾ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ എങ്ങനെ കംഫർട്ടബിൾ ആണോ അങ്ങനെ ഇരുന്ന് കാണാം എന്നൊക്കെ. ഇനിയിപ്പോ അനു കൂടുതൽ തമിഴ് സിനിമ ചെയ്യാത്തോണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കുമോ? അല്ലല്ല, എനിക്ക് അങ്ങനെ ജനറലി ഇപ്പൊ തിയേറ്ററിന് ആളുണ്ട്, എന്തായാലും തിയേറ്ററിന് ആളുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി പണ്ടത്തെയൊക്കെ വെച്ച് നോക്കുമ്പോഴേ ചില ഓഡിയൻസ് ഒട്ടും മെച്യൂർ അല്ല. അതിന്റെ അല്ലാന്നേ, പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്കൊരു വെക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സിനിമയ്ക്ക് പോവാ. ഏതെങ്കിലും ഇപ്പം പാലക്കാട് ജില്ലയിലുള്ളവരാണെങ്കിൽ മലമ്പുഴയ്ക്ക് പോവുക. ഞങ്ങളുടെ അവിടെ നിന്ന് മലമ്പുഴയ്ക്കാണ്. ഞാൻ 9 കൊല്ലം മലമ്പുഴയ്ക്ക് പോയിട്ടുണ്ട്. എല്ലാ വെക്കേഷനല്ലേ? അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മളുണ്ട്. അല്ലെങ്കിൽ നാട്ടിലെ പൂരോ ഉത്സവോ വേലയുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് ഉള്ളത്. ഇപ്പം നമുക്ക് മോളുകളുണ്ട്, ഇപ്പം നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ഗെയിംസ് കുറേ ഉണ്ട്. അപ്പം ഇപ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നതുകൊണ്ട് നമ്മളുടെ വ്യൂവിങ് ഹാബിറ്റ്സ് ചെതറിപ്പോയി എന്നുള്ളതാണ്. പിന്നെ എനിക്കറിയില്ല, അപ്പം ഭയങ്കര ഒരു
തിയേറ്റർ വാച്ച് മസ്റ്റ് ആണ് എന്നൊക്കെയുള്ള പടങ്ങൾക്ക് ഞാൻ തിയേറ്ററിൽ തന്നെ സിനിമ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ചെറിയ സ്ക്രീനിലെ സിനിമ കാണാൻ ഇഷ്ടമല്ല. അപ്പം ഞാൻ അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. അല്ല, ഞാൻ ചോദിച്ചാൽ അതല്ല, ഇപ്പം ഒരു പടം ഇറങ്ങിയാൽ അതിൻ്റെ ആദ്യത്തെ ഒരാഴ്ച പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ കമൻ്റ് അടിക്കുക, ചില ആൾക്കാർ കൂവുക, എന്തിനാടാ പേടിക്കുന്നത് എന്നൊക്കെ. ഇപ്പോൾ ഒരു റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു ഹൊറർ മൂവിക്ക് അങ്ങനെയായിരുന്നു ഇപ്പോൾ വാർത്തകൾ. കാരണം ഓഡിയൻസ് ഭയങ്കര ഒച്ചയെടുക്കൽ, ബഹളം വെക്കൽ. പലപ്പോഴും ഒരു ഹൊറർ മൂവിക്ക് സൈലൻസ് ആണ് വേണ്ടത്. സൈലൻസ് ഇല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് കമൻ്റ് അടിക്കുക, ഓഡിയൻസും കൂടെ കുറച്ചുകൂടെ ഒരു പാകപ്പെടണ്ടേ? ഇല്ല, പക്ഷേ എനിക്കിഷ്ടമാണ് ആളുകൾ തിയേറ്ററിൽ ബഹളം വയ്ക്കുന്നത്. അത് ആദ്യത്തെ ഒരു ഇനീഷ്യൽ കുറച്ച് ഡേയ്സിൽ അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഒന്ന് നോക്കിയാൽ നമ്മൾ രജനി സാറിന്റെ ഒരു പടം നമ്മൾ ഫസ്റ്റ് ഷോ കാണാൻ പോകും, ഒരു ഡയലോഗ് നമുക്ക് ആളുകളുടെ ഒരു എക്സൈറ്റ്മെന്റും ബഹളവും ഒക്കെ ഉണ്ടാവില്ലേ? അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു അറിയില്ല, കണ്ടന്റ് നല്ലതാണെങ്കിൽ അവർ ആ ഹൊററിനകത്ത് അവർ കയറിയിട്ടുണ്ടെങ്കിൽ അവർ ഇരുന്ന് പേടിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ അതായിരിക്കും, പേടി മാറാനൊക്കെ ആയിട്ട് അത് ആയിരിക്കും ചിലപ്പോൾ. പൊതുവേദിയിൽ പലപ്പോഴും അനു കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറയാറുണ്ട്, ആൾക്കാരോടും തുറന്നു പറയാറുണ്ട്, തമ്മിലുള്ള കോൺവെർസേഷനിലും തുറന്നു പറയാറുണ്ട്. പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല, അതിനപ്പുറത്ത് വേറെ ഫേസ് വെക്കാറില്ല. അതൊരു ഈ സ്വന്തമായി വഴിവെട്ടി വന്നതിൻ്റെ ഒരു ധൈര്യമാണോ? അറിയില്ല. ഒന്ന് എന്തിനാ പറയാണ്ടിരിക്കണേ? ആദ്യം തുടക്കത്തിലൊക്കെ ചെറുപ്പത്തിലൊക്കെ കുറച്ച് പേടി ഉണ്ടായിരുന്നു. പറയാതിരിക്കാറുണ്ടോ? അങ്ങനത്തെ തോട്ട് പ്രോസസ് ആയിരിക്കും. ആളുകൾ നഷ്ടപ്പെടുന്നത് കുറച്ച് സങ്കടമുള്ള. അതല്ലാണ്ട് എനിക്ക് മെറ്റീരിയലിസ്റ്റിക് നഷ്ടങ്ങൾ ഇപ്പം എന്നെ ഒട്ടും ബാധിക്കാറില്ല. അത് പ്രത്യേകിച്ചും അതും എനിക്കൊരു ഒരു ചേഞ്ച്, ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ വലിയ ചെറുകളുള്ള പക്ഷികളും അമീബ എന്ന് പറഞ്ഞിട്ട് എൻഡോസൾഫാൻ ബേസ് ചെയ്ത് 2 പടം ചെയ്തു. ആ 2 പടം ചെയ്യുകയും ആ നാട്ടിൽ പോയി ഞാൻ ഷൂട്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷം എൻ്റെ എല്ലാ മെറ്റീരിയലിസ്റ്റിക് മോഹങ്ങളും പോയി. ഞാനിങ്ങനെ ജീവിക്കുന്നതും ഞാൻ ശ്വാസം എടുക്കുന്നതും ഞാൻ നല്ല വെള്ളം കുടിക്കുന്നതും വലിയ ഭാഗ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം യെസ്, ആ ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായതിനു ശേഷം എനിക്ക് അങ്ങനെ നഷ്ടങ്ങളെ പറ്റി പേടിയില്ല. ആളുകൾ നഷ്ടപ്പെടുന്നത് എപ്പോഴും പേടിയാണ്, അതല്ലാത്ത നഷ്ടങ്ങളെ പറ്റി എനിക്ക് പേടിയില്ല. അതാണ് കുറച്ചും കൂടെ സുഖം. ഞാൻ പണ്ടൊക്കെ കുറച്ച് ഹോൾഡ് ചെയ്യായിരുന്നു, ഫ്രണ്ട്സിന് സങ്കടമാവരുത്, അവർക്ക് സങ്കടമാവരുത്. ഈവൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. എൻ്റെ അമ്മയും അനിയത്തിയും ഞാൻ കരയുന്നത് കണ്ടാൽ തകർന്നു പോകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ട്രോങ് അല്ല. ഞാൻ ഭയങ്കര ഇമോഷണൽ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഞാൻ വർഷങ്ങളായിട്ട് വീക്കല്ല. ഞാൻ ഫൈറ്റ് ബാക്ക് ചെയ്യും, ഞാൻ ചാവുന്ന വരെ ഞാൻ ഫൈറ്റ് ബാക്ക് ചെയ്യും, അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ ഞാൻ ഭയങ്കര ഇമോഷണലും സെൻസിറ്റീവും, കരയുന്ന, എനിക്ക് പെട്ടെന്ന് വിഷമം വരുന്നൊക്കെ ഒരു കുട്ടിയാണ്. അപ്പം പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെയും അനിയത്തിൻ്റെ മുന്നിൽ കരയില്ല. ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഞാൻ മറ്റേ കാരണവരാണ്, ഞാൻ താങ്ങും, നിങ്ങളൊക്കെ ഒട്ടും പേടിക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ കുറേ കാലം ജീവിച്ചു. ആ അപ്പൊ ഇപ്പം എനിക്ക് കൊച്ചിയിലൊരു ഫ്ലാറ്റ് തന്നെ എൻ്റെ മൂഡ് ഓഫ് ആകുമ്പോൾ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. മറ്റത് വീട്ടിലെ മൂഡ് ഓഫ് എന്താന്ന് അമ്മ ചോദിച്ചുകൊണ്ടിരിക്കും. അത് കാണുമ്പോൾ അമ്മ ബേജാറാവും, അല്ലെങ്കിൽ അമ്മ വീക്കാവും. അപ്പൊ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ വന്നത് തന്നെ. പക്ഷേ ഒരു പോയിന്റില് ഞാൻ തകർന്ന് കോവിഡിൻ്റെ സമയത്ത് എനിക്ക് വേറൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്യൂസ് വരികയാണ് ലൈഫിൽ. ബ്രേക്കപ്പ് വരുന്നു, എൻ്റെ വീട് പണിയിൽ എന്നെ കോൺട്രാക്ടർ പറ്റിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ഞാൻ ആകെ തകർന്നിരുന്ന് ഞാൻ തെറപ്പിയൊക്കെ എടുക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, ഞാനിത് അമ്മോട് പറയാം, എനിക്ക് വയ്യ, എനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം എൻ്റെ തെറപ്പിസ്റ്റും എന്നോട് പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. ആൻഡ് അനു സ്ട്രോങ് ആയി അഭിനയിച്ച് അനു തളർന്നു. ഇത് അനുവിന്റെ ആ ഒരു എക്സ്പ്ലോഡിങ് സാച്ചുറേഷൻ പോയിന്റ് ഒരുപാട് പേരുണ്ട്. എനിക്ക് മെസ്സേജ് വരും ഒരുപാട് പേര്. അപ്പം ഞാൻ പറയും ഇമോഷൻ എക്സ്പ്രസ് ചെയ്യൂ എന്നാണ് എല്ലാവരോടും പറയാ. അപ്പം ആ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തിയെന്ന് ഡോക്ടറും എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഞാൻ ഭയങ്കര ഒരു ബിൽഡപ്പ് ഒക്കെ ഇട്ടിട്ട്, അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറയാണ്, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇമോഷണൽ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ തളർന്നു ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഞാനിങ്ങനെ ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ അങ്ങനെ തന്നെയാ വേണ്ടേ, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം, അത് വളരെ നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ പല പ്രാവശ്യവും തകർന്നു പോകുമ്പോൾ നിങ്ങൾ തകരമിച്ചിട്ടാണ്. അമ്മ ഭയങ്കര കൂളായിട്ട്, എന്താണോ നമ്മൾ പേടിച്ചത് ഭയങ്കര കൂളായിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെക്കാൾ സ്ട്രോങ് ആണ് അമ്മമാര്, നമ്മൾ വിചാരിക്കുന്നതാണ് അവരങ്ങനെ അല്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ എക്സ്പ്രസ് ചെയ്യും അപ്പോൾ. ആൻഡ് ആ ഒരു വെയിറ്റേജ് താങ്ങില്ല, എന്താണോ പറയാ. ഇപ്പം ഞാൻ അങ്ങനെയാണ്, കഴിഞ്ഞൊരു 3-4 ഇയർ ആയിട്ട്. ഇപ്പം ദേഷ്യമുണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഞാനത് പറയും, എനിക്കത് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് ഓക്കെ അല്ല എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം. അതല്ലെങ്കിൽ ഞാനിങ്ങനെ ഉള്ളിലിട്ടിട്ട് അത് വലുതാക്കി പിന്നെ എനിക്ക് നിങ്ങളോട് പകയാവും, നിങ്ങളോട് എനിക്ക് വെറുപ്പൊക്കെ ആവും. ആ കുഞ്ഞു സാധനം പറഞ്ഞാൽ തീരും,
അത് ഉള്ളിലിട്ട് വലുതാക്കി പിന്നെ കണ്ടാ നോക്കാൻ പോലും തോന്നാത്ത ജോലിയും ബാധിക്കും അല്ലേ? അത് ജോലിയും ബാധിക്കും. അപ്പൊ അത് കാരണം എല്ലാം ക്ലിയർ ആണ്. ഒരു പ്രോജക്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ ഇപ്പം ഒരു കഥ കേൾക്കുകയാണെങ്കിൽ തന്നെ ഇത് എനിക്ക് വർക്ക് ആവുന്നില്ല, മേ ബി നിങ്ങൾ വിചാരിച്ചൊരു ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, വേറെ ആരുടെയും പൊക്കോളൂ എന്ന് ഞാൻ അങ്ങനെ പറയും. ഈ കമേഴ്ഷ്യൽ വിജയത്തിന്റെ ഒരു ടാഗ് എപ്പോഴെങ്കിലും പ്രഷറായിട്ട് തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെ കൊമേഴ്ഷ്യൽ വിജയം ഉണ്ടായിട്ടില്ല. അത് ആത്മാർത്ഥമായ മറുപടി പോയി. ഇപ്പം ഈ അയലിയും സത്യം പറയാലോ, എനിക്ക് ഈ അയലിയും ഹാർട്ട് ബീറ്റുമാണ് എനിക്ക് കൊമേഴ്ഷ്യൽ വിജയം ഗംഭീരമായിട്ട് ഉണ്ടാക്കി തന്നൊരു. അതല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇവൻ മേഘരൂപനായാലും അകമായാലും വെടി വഴിപാടായിരുന്നു. പക്ഷേ അത് വിചാരിച്ചൊരു തിയേറ്റർ റൺ കിട്ടിയിട്ടില്ല. ഞാൻ ആ സിനിമ ഇപ്പൊ ഇറങ്ങുകയാണെങ്കിൽ ഭയങ്കര ക്ലിക്ക്. അന്നേ പറയായിരുന്നു അത് 5 കൊല്ലം മുമ്പ് വന്ന സിനിമയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അരുണിന്റെ അടുത്ത് ചോദിച്ചു, അരുൺ അത് റിലീസ് ചെയ്യൂന്നൊക്കെ. അങ്ങനെ എല്ലാ സിനിമകളും എടുത്ത് നോക്കൂ, അങ്ങനെ ഒരു ഞാൻ ലീഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാനൊരു മെയിൻ പാർട്ടായിട്ടുള്ള സിനിമകളിൽ എത്ര സൂപ്പർ ഹിറ്റ് ഉണ്ട്? ഇല്ല. പട്ടാഭിരാമൻ ഉണ്ടായിരുന്നു, പട്ടാഭിരാമൻ ഹിറ്റാണ്. ഞാൻ പക്ഷേ അതിൽ ഒരു സീനാ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സിനിമേന്റെ ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നും അങ്ങനെ എന്നെ ബാധിക്കും. പിന്നെ ജനറലി എന്നെ ബാധിക്കാറില്ല, സിനിമേന്റെ സക്സസും ഫെയിലിയറും എന്നെ ബാധിക്കാറില്ല. സത്യം പറഞ്ഞാണ്ടല്ലോ അത് ഭയങ്കര മോശ സ്വഭാവമാണ്. എന്നെ ആളുകൾ ചിലപ്പോൾ ചീത്ത പറയും. ഞാൻ ചിലപ്പോൾ സിനിമ റിലീസായില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എനിക്കില്ലേ എൻ്റെ ഒരു അഭിനയിച്ച് തീർക്കുക എന്നുള്ളൊരു സാധനമില്ലേ, അത് അഭിനയിക്കുക തുടക്കം മുതൽ കഥ കേൾക്കുന്നത് മുതലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു ആലോചിക്കണ ഒരു ഫേസ് ഉണ്ടാവും. നമുക്കിങ്ങനെ ഭ്രാന്ത് പിടിച്ച് നമ്മൾ ആലോചിക്കും. ആ ഒരു ഫേസ് എനിക്ക് ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു ഡിസിഷൻ എടുക്കും. നോ എന്നാണെങ്കിൽ പിന്നെ ആ പടം 100 crore അടിച്ചാലും നമ്മളെ ബാധിക്കില്ല, ആ മൈൻഡ് സെറ്റിലേക്ക് എത്തും. യെസ് ആണെങ്കിൽ പിന്നെ ആ പടം എന്താണെങ്കിലും നമ്മൾ ആ പടം ചെയ്തിരിക്കും. ആ ക്യാരക്ടർ എങ്ങനെയായാലും നമ്മൾ എന്താണോ നമുക്ക് മാക്സിമം നന്നാക്കാൻ പറ്റുക അത് നമ്മൾ ചെയ്യുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഉണ്ട്. സെറ്റിലേക്ക് പോവാൻ തുടങ്ങുന്ന, പെട്ടി പാക്ക് ചെയ്ത് ഇറങ്ങുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അവിടെ ചെന്നിട്ടുള്ള ആദ്യത്തെ 2-3 ദിവസങ്ങളുണ്ട് ആ ക്യാരക്ടർ പരിചയമാവാനും ആളുകളെ സിങ്ക് ആവാനും ആ ടീമുമായിട്ടുള്ള സിങ്ക് ആവാനുള്ള ഒരു 2-3 ദിവസം. അത് കഴിഞ്ഞ് തീരാനാകുമ്പം ക്യാരക്ടറിനെ വിട്ടുപോരാനുള്ള ഒരു മനപ്രയാസമുണ്ട്. തീർന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത്, അമ്മ ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും മോശം ഇതാണെന്ന് തോന്നുന്നു, എനിക്ക് ഒട്ടും നന്നായി ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഉള്ള നമ്മളുടെ ഒരു തൃപ്തി, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവേണ്ട, അത് അങ്ങനെ ചെയ്യായിരുന്നു, ഇതിങ്ങനെ ചെയ്യായിരുന്നു, ഇത് ഇനിയും ബെറ്റർ ആക്കായിരുന്നു, പക്ഷേ ഇത് അതായി, അങ്ങനെയുള്ള കുറേ തോട്ട്സ് വരും. അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ആ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ എങ്ങനെ നടക്കണു, എഡിറ്റ് എങ്ങനെ പോകണു, ഡബ് എങ്ങനെ പോകണു എന്നൊക്കെ നമ്മൾ അന്വേഷിക്കും. ഡബ് കഴിയുന്നു, സിനിമ റെഡി ആവുന്നു. ആരെങ്കിലും ഒരാൾ കണ്ടിട്ട് കൊള്ളാട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ലാഗ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇത് വർക്ക് ആയില്ല കേട്ടോ എന്ന് പറയുമ്പം ഒരു റിവ്യൂ കിട്ടിയാൽ എനിക്ക് ആ സിനിമ തീർന്നു. പിന്നെ ആ സിനിമ ഓടിയാലോ വന്നില്ലല്ലോ ഒന്നും എന്നെ ബാധിക്കാറില്ല. ഇപ്പം ഈ സീരീസിൽ ഞാൻ അതിൻ്റെ ഒരു സക്സസ് ആസ്വദിക്കുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങനെ പേടിക്കും, ഇത്രയും ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, ഇത് നാളെ ഇതില്ലാണ്ടാവുമ്പോൾ എനിക്ക് പേടിയാവോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഹോൾഡ് ചെയ്യും. അപ്പം അമ്മയും എൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പറയും ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ നിന്നില്ല, അപ്പം ഇപ്പം ഈ കിട്ടുന്നത് ഇത് ആസ്വദിക്കും. നാളെ ഉണ്ടോ ഇന്നലെ ഉണ്ടോ എന്നൊന്നും ആലോചിക്കണ്ട, സിനിമയിൽ ഇന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നാളെ ചിലപ്പോൾ ഇവരൊന്നും തന്നെ മൈൻഡ് ചെയ്യില്ല, പക്ഷേ ഇന്ന് ഇത് ആസ്വദിക്കും. ഈ ആസ്വദിക്കുന്നതിനിടയിലും എന്തിനാണ് അത് പേടിച്ചിട്ട് അയ്യോ നാളെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, എന്തിനാണ് അങ്ങനെ ആലോചിക്കണേ? നാളെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടായാലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഉള്ളത് ആസ്വദിക്കാൻ പഠിച്ചു. എനിക്ക് ഏറ്റവും റെസ്പോൺസ് കിട്ടിയത് എൻ്റെ സീരീസിനാണ്. ഓഡിയൻസിൻ്റെ ലവും ഒരുപാട് ആളുകൾ അങ്ങനെ ഒരു ഹ്യൂജ് ക്രൗഡ് സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ എന്ന് പറയാനായിട്ടൊക്കെ യെസ്, അങ്ങനെ എനിക്ക് കിട്ടിയത് സീരീസ് എന്നാണ്, ഐലിന്നും ഹാർട്ട് ബീറ്റ് എന്നുമാണ്. ഞാൻ എന്നിട്ട് പറയുകയും ചെയ്യും, എനിക്ക് ഫാൻസ് എന്ന് അവരെ വിളിക്കാൻ ഇഷ്ടമല്ല, ഇതൊരു ഭയങ്കര ഒരു വലിയ കമ്മ്യൂണിറ്റി പോലെയാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പലരും ജോലിക്കും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ചെയ്യുന്നു, ലാപ്ടോപ്പ് ഗിഫ്റ്റ് ചെയ്യുന്നു, സൈക്കിൾ ഗിഫ്റ്റ്. ആ ഒരു വലിയ ഗ്രൂപ്പ് സ്ത്രീകൾ, പുരുഷന്മാരും ഉണ്ട് പക്ഷെ സ്ത്രീകളാണ് കൂടുതലും. അപ്പം ഞാൻ പറയും നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഇപ്പോൾ അവർ എന്നെയും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ സപ്പോർട്ട് എനിക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്, എനിക്ക് എൻകറേജ്മെൻ്റ് ആണ്, ഞാൻ ചെയ്യുന്നത് ശരിയാവുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു മ്യൂച്വലി സപ്പോർട്ട് ചെയ്യുന്ന, അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേര്. തമിഴ് രാഷ്ട്രീയത്തിൽ നോക്കൂ, എല്ലാവരും തന്നെയാണ് ചോദിക്കുന്നത്, പക്ഷെ ഞാൻ എവിടെയും രാഷ്ട്രീയത്തിൽ പോയില്ല. എന്താ പറയുക, ആളുകളെ സഹായിക്കുകയും ആളുകളെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിൽക്കുകയും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, നമ്മളത് ചെയ്യുകയും ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ടാഗ് വന്നാലേ
പിന്നെ പാർട്ടി നോക്കി സഹായിക്കണ്ടേ, അത് വേണ്ടി ഇയാൾ മറ്റേ പാർട്ടിയാണ് ഇയാൾ സഹായിച്ചൂടാ അങ്ങനെയൊക്കെ ആയി പോയാലോ, അല്ലെങ്കിൽ മേലെ നമ്മൾ എന്തായാലും പാർട്ടിയുടെ വലിയ ആളാവില്ല, അപ്പൊ പാർട്ടിയുടെ മേലേക്കുള്ള ആളുകൾ പറയണ അനുസരിച്ചിട്ട് കേൾക്കേണ്ടി വരും. നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഒക്കെ സഹായിക്കേണ്ടി വരുമോ, അങ്ങനത്തെ ഒക്കെ ഉള്ള കുറെ ചിന്തകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് കാരണം അങ്ങനെയൊന്നുമില്ല, പൊളിറ്റിക്സ് ആ വഴിക്കേ ഇല്ല. സിനിമയല്ലാതെ അനുവിൻ്റെ ഒരു കംഫർട്ട് ഫാക്ടർ എന്താണ്? ട്രാവൽ, യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എനിക്ക് സിനിമയും ഡാൻസും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിലും ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം, എൻ്റെ ലൈഫിൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത് യാത്രകൾ മാത്രമാണ്. സിനിമയെക്കാട്ടിലും ഡാൻസിനെക്കാട്ടിലും ഒക്കെ എനിക്കൊരു വല്ലാത്ത എക്സൈറ്റ്മെൻറ്റ് യാത്രയിലാണ്. പുതിയ സ്ഥലങ്ങൾ കാണുന്നത്, പുതിയ ആളുകളോട് സംസാരിക്കുന്നത്, അവരുടെ കഥകൾ കേൾക്കുന്നത്, എൻ്റെ കഥകൾ അവരോട് ഷെയർ ചെയ്യുന്നത്, അപ്പോൾ അവരുടെ മുഖത്തുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കാണുന്നത്. ആൻഡ് ട്രാവൽ കഴിഞ്ഞ് വന്ന് നോൺ സ്റ്റോപ്പ് കാണുന്നവരോട് മുഴുവൻ അവിടുത്തെ വിശേഷങ്ങൾ പറയുന്നത്, അത് എനിക്കൊരു ഭയങ്കര ഹൈ ആണ്. അല്ല, ഈ നേരത്തെ ട്രാവൽ ബ്ലോഗ് ഇനി കണ്ടിന്യൂ ഇടയ്ക്കിടയ്ക്ക് എന്താ പ്രശ്നം എന്നറിയോ, ട്രാവൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. വ്ളോഗ് ചെയ്യുമ്പം എനിക്കത് വർക്കായി പോവാ. കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നു, എനിക്ക് ലൈറ്റ് ഫേവറബിൾ ആയില്ല, എനിക്ക് ഓഡിയോ ശരിയായില്ല, മൈക്ക് ശരിയായില്ല, ക്യാമറ എൻ്റെ കണ്ണിൽ കാണുന്ന ഭംഗി ക്യാമറയിൽ കിട്ടുന്നില്ല, പറഞ്ഞ കണ്ടന്റ് തെറ്റിപ്പോയോ, ഓക്കെ ആണോ, റിസർച്ച് ശരിയായില്ല, അങ്ങനത്തെ. അപ്പൊ എങ്ങനെ യാത്ര എൻജോയ് ചെയ്യാ? അപ്പൊ ജോലിയായി പോവാ ഞാൻ ഷൂട്ട് ചെയ്യണ സമയത്ത്. പിന്നെ ഞാൻ ട്രൈ ചെയ്തു, ഒരു 2 ദിവസം നേരത്തെ പോയി കംപ്ലീറ്റ്ലി അവിടെ സറണ്ടറായി, ഒന്നും ആലോചിക്കാണ്ടിരിക്കുക, എന്നിട്ട് പിന്നെയുള്ള 2 ദിവസം ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. പക്ഷെ ഈ 2 ദിവസം ഞാൻ നോക്കുന്നു, ഇവിടെ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഇവിടെ എങ്ങനെ ക്യാമറ വെക്കാൻ പറ്റും, നമ്മൾ അങ്ങനെ റിലാക്സ് ചെയ്ത് പോയാലും അങ്ങനെയാണ് ആലോചിക്കുക. എന്നാൽ 2 ദിവസം ഷൂട്ട് ചെയ്തിട്ട് 2 ദിവസം റിലാക്സ് ചെയ്യാന്ന് വെച്ചാലോ, ഇത് ഇന്നലെ കിട്ടിയില്ലല്ലോ, ഈ ലൈറ്റ് ആയിരുന്നില്ലല്ലോ ഇന്നലെ, അങ്ങനെ കംപ്ലീറ്റ് സ്ഥലം കാണുന്നില്ല, എന്ത് ഷൂട്ട് ചെയ്യാമെന്ന് മാത്രം ആലോചിക്കണേ. അത് കാരണമാണ് അനുയാത്ര ഒന്ന് സ്ലോ ഡൗൺ ചെയ്തത്. പബ്ലിക്കിന് അനുമോളിനെ കുറിച്ച് ഒരു പെർസെപ്ഷൻ ഉണ്ട്, എന്താണ് റിയൽ അനുമോളുടെ ഒരു പെർസെപ്ഷൻ? എനിക്കറിയില്ല, ഞാനിങ്ങനെ കാണുന്ന പോലെയൊക്കെ തന്നെയാണ്. പബ്ലിക്കിന് അങ്ങനെ ഒരു വേറെ പെർസെപ്ഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ കാര്യത്തിലല്ല, ഇപ്പോൾ ചില സമയത്ത് ചില ആളുകൾക്ക്, എനിക്ക് പേഴ്സണലി ഒരു കല്യാണാലോചന വന്നേ, അപ്പം അദ്ദേഹം കാണുന്നത് സാരിയൊക്കെ കൊടുത്തിട്ടുള്ള, സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടുള്ള, പട്ടാമ്പിയിൽ പാടത്തു കൂടെയൊക്കെ നടക്കുന്ന പാടത്ത് കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു അനുമോളെയാണ് അദ്ദേഹം കൂടുതൽ കണ്ടിട്ടുള്ളത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം അതായിരിക്കും. അപ്പം ഇങ്ങനെ സംസാരിച്ചൊക്കെ സമയത്ത് ഞാനൊന്നും സമ്മതിച്ചിട്ടില്ല. അമ്മയുടെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിൽ ഞാൻ സംസാരിക്കാമെന്ന് പോയതാണ്. അപ്പം ഒന്ന് സംസാരിച്ച് നോക്കൂന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കില്ല. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ രാത്രി 2 മണിക്ക് എനിക്ക് വണ്ടി എടുത്തൊരു ഡ്രൈവിന് പോകണം തോന്നിയാൽ ഞാൻ ഡ്രൈവിന് പോകുന്ന ഒരാളാണ്. പുള്ളിക്ക് ഞാനിതൊക്കെ പറയുമ്പോഴേ എന്ത് വെച്ചാൽ, പുള്ളി കാണുമ്പോൾ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് സെറ്റ് മുണ്ടൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ പോകും. ഞാൻ പറയുന്ന സാരി എടുത്താലും സെറ്റ് മുണ്ട് എടുത്താലും അമ്പലത്തിൽ പോയാലും, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ബീച്ചിൽ പോയാലും, അല്ലെങ്കിൽ ഞാൻ സ്വിം സൂട്ട് ഇട്ടാലും ഒക്കെ അനുമോൾ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഐഡന്റിറ്റി അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ സാരി ഉടുത്തത് കൊണ്ട് ഞാൻ ഇതായിരിക്കും എൻ്റെ സ്വഭാവം, സാരി ഉടുത്തത് കൊണ്ട് ഞാൻ രാത്രി പുറത്തിറങ്ങില്ല. എനിക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. എനിക്കിപ്പോൾ രാത്രി, ഇപ്പോൾ ഞാൻ കലൂരൊക്കെ താമസിക്കുന്ന സമയത്ത് ഞാനും അനിയത്തിയും കൂടെ രാത്രിയൊക്കെ വണ്ടി എടുത്തിട്ട് കലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. ആരും ഉണ്ടാവില്ലല്ലോ ബസ് സ്റ്റാൻഡിൽ. പകല് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരിക്കും. രാത്രി 2 മണിക്ക് നമ്മൾ സലീം രാജൻ പാലത്തിന്റെ മുകളിലൊക്കെ വന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രാന്തൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിന് മറ്റുള്ളവർക്ക് ഉപദ്രവമാവാതെ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യാറുണ്ട്. ട്രാവൽ ചെയ്യാനാണെങ്കിലും ഒക്കെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ ബാലി പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഞാനിങ്ങനെ പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പിറന്നാളാകുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാശി പോയി, മുമ്പ് ഒരിക്കൽ ശ്രീലങ്കയിൽ പോയി, അല്ലെങ്കിൽ ഞാൻ ഋഷികേശ് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് നമ്മൾ. പക്ഷേ സാരി എടുത്തത് കൊണ്ടും സെറ്റ് മുണ്ട് എടുത്തത് കൊണ്ടും നമ്മൾ വീട്ടിലിരുന്നിട്ട് എല്ലാം അമ്മ പറയുന്ന പോലെ, എല്ലാം നിങ്ങൾ പറയുന്ന പോലെ എന്ന് പറയുന്ന ആളാവണമെന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അപ്പം അങ്ങനത്തെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് എന്തൊക്കെയാണോ ഈ കാണുന്നത്, ഞാൻ അങ്ങനെ ഒന്നും ഹൈഡ് ചെയ്യാറില്ല. ഇപ്പം ഒന്നും എനിക്ക് തോന്നുന്നു സാധാരണ ആളുകൾ ഹൈഡ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യമാണ്. അപ്പം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്. മേ ബി ഞാൻ പേരുകൾ പറയില്ലായിരിക്കും, അത് അവരുടെ ഒരു പ്രൈവസി കൂടെ മാനിച്ചുകൊണ്ട്. പിന്നെ വർക്കിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിക്കുമ്പോൾ പറയാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ഒളിച്ചും മറച്ചൊന്നും വെക്കാറൊന്നുമില്ല. ഞാൻ ഭയങ്കര കൂടുതൽ ഓപ്പൺ ആണ് എന്നാണ് എൻ്റെ ഫ്രണ്ട്സിന്റെ കംപ്ലൈന്റ്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കാണുന്ന അനുമോളല്ല, അല്ല, ഞാൻ ഈ കാണുന്ന അനുമോൾ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.